ഹായ്, അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തന്നെ ഞാൻ ഇതാ ഒരു പുഡിങ് ആട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ വായിലിട്ട് അലിഞ്ഞു പോകും കേട്ടോ, അങ്ങനെ ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇതാക്കണം, അതിന് വേണ്ടി ഞാൻ ഇതാക്കുന്ന 2 മാങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ മാങ്ങ സീസൺ കഴിയുന്നതിന് മുന്നേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പോൾ ഇതാക്കണം, അതിന് വേണ്ടി 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മാങ്ങ ഞാൻ തൊലി ചെറുതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മാങ്ങ അവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അപ്പോൾ ഇതാക്കണം, ഈ ചെറിയ പീസാക്കിയ മാങ്ങ ഞാനൊരു മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി പറന്നിട്ട് ഇതാ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പീസുകളും അതിലുണ്ട്, നന്നായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതാ ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മാങ്ങ ജ്യൂസ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് കുറുകി വരട്ടെ. അപ്പം തീ സിമ്മിലിടണം കേട്ടോ. എന്നിട്ട് ഇതാക്കണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ആ ഒരു സമയത്ത് നമുക്ക് ഇതാക്കണം പഞ്ചസാര കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം മധുരമുള്ള മാങ്ങ തന്നെയാണ്. അപ്പോൾ 2 കയ്യിൽ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാക്കണം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട്. ആ സമയം കൊണ്ട് ഇതാക്കണം ഞാൻ ഒരു ഗ്ലാസ് പാലാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പാൽ ഇതാക്കണം ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ നമുക്ക് ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കും കൂടെ ചെയ്യാം. അതൊന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതാക്കണോ, അപ്പോൾ ഇതാ നല്ല തണുത്ത വിപ്പിംഗ് ക്രീം ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല പതപ്പിച്ച് മെൽറ്റാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഈ ഒരു രീതിയിൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മൾ ആ മാങ്ങ ജ്യൂസ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യട്ടോ. ആ ചെറിയ ചൂട് വിട്ടിട്ടുള്ളൂ ഉണ്ടായിരുന്നത്. ഇനി ഇതാ ആ പാലും കൂടെ ഞാൻ അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാക്കണം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതാക്കണം നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പുഡിങ്ങിൻ്റെ പാത്രം ഇതാക്കണം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാക്കണം ഞാൻ അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇതാക്കണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ മാങ്ങ ഉണ്ടല്ലോ ചെറുതാക്കിയിട്ട് നുറുക്കിയിട്ട് ഞാൻ ഇതിൻ്റെ മീതായിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരു ഭംഗിക്കും വേണ്ടി. പിന്നെ നമ്മൾ പുഡിങ് സെറ്റായതിന് ശേഷം നമ്മൾ കഴിക്കുമ്പോൾ ഈ മാങ്ങ കൊടുക്കല് കഴിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ. അതിന് വേണ്ടി ഇതാക്കണം ഞാൻ ഈ ഒരു പുഡിങ്ങിൻ്റെ മീതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ 1 മണിക്കൂറിന് ശേഷം ഇതാക്കണം ഞാൻ നമ്മുടെ പുഡിങ് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പുഡിങ് ആട്ടോ. അപ്പം നിങ്ങളും ഈ മാങ്ങാക്കാലം കഴിയുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.